റീസെന്റ് ഒരു കേസ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു +1 പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഇവളുടെ പാരന്റ് പറഞ്ഞു ഹോസ്റ്റലിലാക്കിയിട്ട് ഫുൾ കരച്ചിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താ ഹോം സിക്നെസ് ആയതുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറയാണ് അവിടെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ഒന്നും കുളിക്കുന്നില്ല, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, എന്താണ് ഭയങ്കര സ്മെല്ലാണ് അവിടെ, ഒട്ടും പറ്റുന്നില്ല അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ് ഈ പെൺകുട്ടികൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത്, അതായത് റൂംമേറ്റ്സ് ക്ലീൻ ചെയ്യാത്തതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് നോർമലി സ്വെറ്റിന്, അതായത് വിയർപ്പിന് സ്മെല്ലൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രോപ്പറായിട്ട് ടൈംലി ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ വിയർപ്പ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ബാക്ടീരിയാസ് ഉണ്ടല്ലോ, നമുക്ക് ഈ ബാക്ടീരിയാസ് ഒക്കെ ഈ സ്വെറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ അമോണിയ റിലീസ് ചെയ്യും. ഈ അമോണിയൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ തലമുടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർപ്പൊക്കെ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചുണങ്ങ് നന്നായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പേന്, തലമുടിയിൽ ഉണ്ടാവുന്ന ഹെഡ്ലൈറ്റ്സ് അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് മുഖക്കുരു വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. സ്കിന്നൊക്കെ ഡിം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്കിന്നിൽ നമുക്ക് ഈ രോമത്തിന്റെ അവിടെയൊക്കെ കുരുക്കൾ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നെക്സ്റ്റ് അവിടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, ടീനിയ എന്ന് പറയും. ഈ ടീനിയ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സുഖമൊന്നും ഉണ്ടാവില്ല, നല്ല ചൊറിച്ചിലായിരിക്കും, മാറാനും അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ലേഡീസിൽ എന്താണ് നമുക്ക് യോനിന്റെ ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുളിച്ചിട്ടില്ലെങ്കിൽ ആകെ എനർജി ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ ഉണ്ടാവില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ചൊക്കെ താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ വെന്റിലേഷനും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ റൂമിൽ അടിച്ച് അങ്ങനെ ആയിരിക്കും, പ്രത്യേകിച്ച് കൊതുകിന്റെ ശല്യമൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മുടെ റൂമും ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. നമ്മൾ ഡ്രസ്സ് ഡ്രൈ ക്ലീൻ ചെയ്യും പോലെ അല്ല, നമ്മുടെ ശരീരം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക.